അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ച് ആണല്ലേ ഞങ്ങൾക്ക്. എന്താണ് ചലഞ്ച് എന്നുള്ളത്? എന്താ ചലഞ്ച്? ചലഞ്ച് എന്ന് വെച്ചാല് ഞാന് അവിടെ സ്ക്രീനില് ഒരു ആക്ട്രസിന്റെ ഒരു ആക്ട്രസിന്റെ ആക്ടേഴ്സിന്റെ അതില് സിംഗേഴ്സ് ഉണ്ട്, ഫോറിൻ സിംഗേഴ്സ് ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ അതെന്താന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആൻസർ ആരാന്ന് പറയണം. ഗ്രൂപ്പ് ഉണ്ടാ? ഇൻഡിവിജ്വല് ഗ്രൂപ്പിൽ പറയാം. അപ്പൊ ഞാൻ തോറ്റി. എല്ലാരും പറയാ, എന്നിട്ട് കറക്റ്റ് ആരാ പറയുന്നത് ശരിയാക്കുന്നത് നോക്കാം. അത് കാണണം, എന്നിട്ട് നമ്മളത് പറയണം. കണ്ണ് മാത്രമേ കാണിക്കോളൂ. കണ്ണ് മാത്രോ? വേറെ കണ്ണ് കണ്ട് എല്ലാവരും അതിങ്ങനെ ഫോറിനേഴ്സിന്റെ ഒക്കെ ഞങ്ങൾക്ക് കണ്ണുകൊണ്ടൊന്നും ഞങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഇത് ഗെയിം കളിക്കുമ്പോ നിങ്ങളും കളിക്കും അല്ലേ? ഇത് കാണുന്ന ആളുകളും ഗസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഉത്തരം കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ലൈക്ക് ബോഗനിലെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ, അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ബോഗനിലെ ലൈക്ക് ചെയ്യണം. പിന്നെ ഇവിടെ ഇപ്പൊ തുടങ്ങിയല്ലോ, ഇത് എന്താണോ? പോയോ? ഒന്നാമത്തത് പോയി, കാരണം നിങ്ങൾ ചാടിക്കറി പറഞ്ഞില്ലേ. അപ്പൊ ഇത് ആരാ നോക്കാം അല്ലേ? നമുക്ക് കൈ പൊക്കണോട്ടോ. അറിയാവുന്നൊരു കൈ പൊക്കണം. തെറ്റിപ്പോയ മൈനസ് മാർക്ക് ഉണ്ട്. ഓക്കെ, രാജനായിരുന്നു അല്ലേ? എന്ത് രസമാണ് കാണാൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോട്ടെ. പൊക്കോ. ഓരോരുത്തർ അടുത്ത അമ്മ ഫസ്റ്റ്, സെക്കൻഡ് ആരാ? യോഗ്യ കൈ പൊക്കണോണ്ടായിരുന്നു. ഓക്കെ, സെക്കൻഡ് പേര് പറഞ്ഞു. കൈലാഷാണോ? ഓക്കെ, അത് ബ്ലോക്ക് ചെയ്തേ. കൈലാഷ് ബ്ലോക്ക് ചെയ്തോ? കൈലാഷ് ബ്ലോക്ക്. എനിക്കറിയാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഇല്ല. ഓക്കെ, ഞാൻ ഒരു ഗസ് പറയട്ടെ, പേരറിയാൻ പാടില്ല. ജൂൺ സിനിമയിലത്തെ ഫസ്റ്റ് നായകനാണ്. ജൂൺ സിനിമയില് ഫസ്റ്റ് നായകനാ? അർജുനശോകനും കൺഫേം ചെയ്യാം. ഞാൻ പറഞ്ഞോട്ടെ, ആ ജൂണില് ശരി ആരാണെന്ന് കാണാം. നോക്കട്ടെ, ആരാ നോക്കാം. Ready, 1, 2, 3. ഞാൻ പറഞ്ഞില്ലേ ഞാൻ തോക്കൂന്ന്. ഓക്കെ, നെക്സ്റ്റ് പോട്ടെ. ശരി, എനിക്കറിയാൻ പറ്റില്ല. ഓക്കെ, ആരാ എനിക്കും തമന്നായിട്ട് തന്നെയാണ്. തമന്ന ഇപ്പൊ പറഞ്ഞപ്പോ കുറച്ച് ഈ കറുത്ത ഫോട്ടോകൾ ഉപയോഗിക്കും. പഴയ ഫോട്ടോകളാണെല്ലാം. നിങ്ങൾ കൈയൊന്നും പൊക്കില്ല, കൈ പൊക്കണം. ഞാൻ കൈ പൊക്കിട്ട് തന്നെയാ പറഞ്ഞത്. കാണുമ്പോ തന്നെ എക്സൈറ്റഡ് ആയിട്ട് പറയും. ഷക്കീരയാണ്. ഓക്കെ, നെക്സ്റ്റ്. കൈ പൊക്കി ഞാൻ പറഞ്ഞു, കൈ പൊക്കിട്ട് പറഞ്ഞു. കൈ പൊക്കണം, എന്നിട്ട് ഡോപ്പി കൈ പൊക്കണം ആരാന്ന് നോക്കിട്ട് പറയിക്കണം. അങ്ങനെയാണ്. ഇത് ഫൗളാണ്. ഇത് ഫൗളാണ്, മൈനസ് മാർക്കാണ് കൊച്ചിന് കേട്ടോ. നിയന്ത്രണം കണ്ടിട്ടുണ്ടല്ലേ? നിയന്ത്രണ സംഘങ്ങളാണോ? മിടുക്കി കുട്ടിട്ടാ. പറയരുതട്ടാ. കൊച്ചിന് മോഹന, മോഹിനി. കൊച്ചു പറഞ്ഞ പേര് കൊച്ചിന് മനസ്സിലുണ്ട്.
ഉണ്ട്. അറിയാം, ഇവിടെയൊക്കെ അറിയാം. അപ്പൊ കഴിഞ്ഞ സമയം കഴിഞ്ഞ മൂല ഇനി അടുത്ത ഇത് നാഗമില്ല. കണ്ണുണ്ട ശോഭന വന്നപ്പോ ഒരുമിച്ചാണ് ഓക്കെ. ഞാൻ പറഞ്ഞേ, ജസ്റ്റിൻ ബീബർ. ഞാൻ വിചാരിച്ചാരാന്ന് അറിയാം, ഒരു മലയാളം നടനായിരുന്നു. ഇല്ല പറയൂല, പറഞ്ഞു ഇനി ആൾക്കാര് കളിയാക്കും. അത് തന്നെ. ഇവർക്കില്ല. അടുത്തത് സാറ പിന്നെ എമ്മി. അപ്പൊ റബേക്ക പറ. എല്ലാരും പറഞ്ഞു കേട്ടു. 5 സെക്കൻഡ് സത്യസന്ധന്റെ അപ്പൊ സത്യസന്ധന ഏത് അതല്ല മണിച്ചിത്രത്താഴത്ത് മറ്റേ കൊച്ചാണ് ഉത്തരം പറഞ്ഞേട്ടാ. സത്യസന്ധന്റെ മലയാളം. സത്യസന്ധന്റെ അല്ല, നിഷ്കളങ്കന്റെ. ഇന്നസെന്റ് ആയിരുന്നു. കഴിഞ്ഞില്ല, ഇനിയുണ്ടാ? ഓ അതറിയാം. അത്രയും കട്ട് ചെയ്തില്ലെങ്കിലേ ഉണ്ടല്ലോ പുള്ളിനെ മനസ്സിലായി പോവും അല്ലേ? എനിക്കിപ്പോഴും മനസ്സിലായി. ഞാനും ജയറാം തന്നെ. ജയറാമിനൊക്കെ കുഞ്ഞു പിള്ളേരെ വരെ തിരിച്ചറിഞ്ഞില്ല, ഇത്രയും കണ്ടിട്ട് പോലും അല്ലേ? ഇവള് തിരിച്ചറിഞ്ഞില്ല. ഞാനില്ല, എനിക്കറിഞ്ഞില്ല. സാറ പൊക്കി. എനിക്ക് പേരറിയില്ല. അന്ന് നമ്മള് ഇരുന്ന് കണ്ടില്ലേ ഒരു ദിവസം ടിവിയില് പാട്ട് പാടിയത്? അത് തന്നെ ആയിരിക്കും. അപ്പൊ പേരവള് പറഞ്ഞു. എനിക്ക് അതാണെന്ന് അറിയില്ല, നോക്കട്ടെ. പാട്ട് പാടിയത് കണ്ണു കണ്ട? ശരി, നോക്കാം. പഴയ ഫോട്ടോയാണ്. ഭയങ്കര പഴയ ഫോട്ടോ. എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ആദ്യം കൈ വെക്കില്ല. രശ്മിക മന്ദാന. മറ്റേ അല്ലു അർജുന്റെ സിനിമയിലെ ഡാൻസ്. ഇയാൾക്ക് പേരറിഞ്ഞൂടെ? എല്ലാം അങ്ങനെ പറഞ്ഞോളൂ, പറയാ അറിയാം അല്ലേ? എനിക്ക് മനസ്സിലായി, രശ്മിക മന്ദാനയാണ്. എന്നോട് ചോദിച്ചു. അയ്യോ, കൊച്ചിനോട് ചോദിച്ചില്ല. ഫൗൾ. അവള് പറയും സാമി സാമി. അടുത്ത നോക്കിക്കോ. പേരറിയില്ല. ബൈക്കിന് പോകുമ്പോഴത്തേക്കും ആസിഡ് ഒഴിക്കല്ലേ? ഞാൻ പറയട്ടെ, ആസിഫ് അലി. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അറിയാട്ടോ, ആസിഫ് അലി. ഞാൻ കണ്ടിട്ടുണ്ട്. ഉയരയിലെ കാര്യമാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ആയോ? അപ്പൊ ഒന്നാമത്തെ ഗെയിം കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട ഗെയിം? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവരായിട്ട്. ഒരു ഗെയിം കൂടി ഉണ്ട്. അതെന്താ? അതായത് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യും. വോയിസ് ക്ലിപ്പ്. പ്ലേ ചെയ്യുന്ന സമയത്ത് അത് ഏത് സിനിമയിലാന്നുള്ളതും അതിൽ അഭിനയിച്ച ആളുകൾ ആരൊക്കെയാണ് രണ്ടുപേരുടെ പേര് പറഞ്ഞാൽ മതി. രണ്ടിലധികം പേരുണ്ടെങ്കിൽ രണ്ടുപേരുടെ പറയാം. രണ്ടുപേര് പറയണം. ശരി, ഒരാളെയൊക്കെ പറഞ്ഞാ പോരെ? രണ്ടുപേര് പറയാൻ പറ്റുന്ന ആൾക്കാരേ ഉള്ളൂ. ആണോ? ശരി, ഒന്നാമത്തെ പ്ലേ ചെയ്യട്ടെ. ശരി ശരി. കൈ പൊക്കിട്ട് ചാടിക്കേറി പറയരുത്. കൈ പൊക്കിട്ട് പറയാൻ പറ്റും. കൈ പൊക്കണവർ കൈ പൊക്കി പിടിക്കുക. ആദ്യം കൈ വെക്കുന്ന ആളുടെ ആദ്യം ചോദിക്കും. ഓക്കെ, ട്രൈ ചെയ്യണേ. ഹൈക്കോർട്ടിലെ സാമാന്യം തിരക്കുള്ളൊരു വക്കീല.
ഞാൻ പറഞ്ഞുതരാം. മകൾ സിനിമ, നസ്ലിൻ, പിന്നെ അതേപോലെ ജയറാം ഉണ്ട്, ദേവു ഉണ്ട്. അടുത്തത് പ്ലേ ചെയ്യട്ടെ. സെക്കൻഡ്. അയ്യോ അങ്ങനെ പറയട്ടെ. പട്ടേലങ്ങളുടെ വീട്ടിൽ എല്ലാ സുഖങ്ങളും കളഞ്ഞ് ഇവിടുത്തെ ദാരിദ്ര്യം നിങ്ങളുടെയൊക്കെ കൂടെ അനുഭവിക്കുന്നതിന് അനുവദിക്കും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവുന്നേ. അച്ഛൻ അവൻ തീരുമാനിച്ചില്ല. ഇനി അടുത്ത് നടത്തി കൊടുത്തേക്കും. ഇല്ലെങ്കിൽ വേറെ അപ്പൊ സാർ ആദ്യം പറ. 2 countries ദിലീപും പിന്നെ മമത മോഹൻദാസ്. ഇതിനകത്ത് മമത ഇല്ല. അപ്പൊ അതിനകത്ത് ഒരു അടിപൊളി പറയണം. ആ സീനിലാണ് അവളെ കെട്ടിക്കഴിഞ്ഞ ദിലീപിന്റെ അമ്മയുടെ പേര് അപ്പം 2 countries, ദിലീപ്, കലാശാല ഡയലോഗ് എനിക്കറിയാം. പക്ഷെ എമ്മിയാണ് ആദ്യം കൈ വെക്കിയത്. ഞാൻ അതാ ഞാനും വിചാരിച്ചത്. അല്ലല്ല, ഇവര് കാണാത്തൊരു സിനിമയാണ് സിനിമ. വിയറ്റ്നാം കോളനി, ലാലേട്ടൻ. പ്രശസ്തമായ ഡയലോഗ്. ഈ ഡയലോഗ് എനിക്കറിയാം. വിയറ്റ്നാം കോളനി ഇല്ല, കൊച്ചു കണ്ടിട്ടുണ്ടോ? വിയറ്റ്നാം കോളനി. പക്ഷെ അമ്മയൊക്കെ അതിന്റെ ലൊക്കേഷൻ വിയറ്റ്നാം കോളനി സൂപ്പറാണ്. നമ്മൾ അതിന്റെ ലൊക്കേഷൻ ചെയ്തിട്ടുണ്ടല്ലേ വീഡിയോ. നല്ലതാ. പാപ്പ മമ്മി വരുന്നത് നടിയുടെ നടന്റെ പേര് പറയണം. ജൂൺ, രജിഷ വിജയ്, ജോജു. ദേവളാന്ന് പറഞ്ഞു. ഓക്കെ. എവിടെ നോക്കിയാണോ ബ്രേക്ക് പിടിക്കുന്നത്? ആള് വട്ടം കിട്ടല്ലോ. അപ്പുറത്ത് പോയിക്കണം. ഈ ചില്ല് പൊളിച്ച് പുറത്ത് പോയി തമിഴറിയാവുന്ന ആരെങ്കിലും പഠി ചോദിച്ചേ. സിനിമയുടെ പേര് പറയണം. അതല്ല, ഞാൻ പറയട്ടെ. കേശു ഈ വീടിന്റെ നാഥനാണ്. കേശു വീടിന്റെ നാഥൻ ദിലീപ്. പക്ഷെ മറ്റേയാളെ എനിക്കറിയത്തില്ല. ദിലീപ് അതിനകത്തുള്ള ആൾക്കാരിൽ ദിലീപ് നമ്മുടെ മത്സലാമേനുണ്ട്. പിന്നെ ഈ സീനില് പക്ഷെ മത്സലാമേനില്ല. സീനില് ഉർവശി വെച്ചുണ്ട്. വണ്ടിയിൽ പോകും. കേശു വീടിനാന്നും കണ്ടിട്ടില്ല. കണ്ടോണ്ട് ഇപ്പൊ അതിൽ കുതിരപ്പുറത്ത് കയറിയ അവർക്ക് നടന്നോ. കണ്ടോണ്ടിരിക്കും മാറി മാറി. പേരറിയാമോ? അഭിനയിക്കണ ആരെങ്കിലും അറിയാവോ? ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം. പിന്നെ അഭിനയിക്കണം അവിടെ രണ്ടുപേരേ ഉള്ളു. പക്ഷെ പേര് എനിക്ക് തുടക്കം കിട്ടിയാലേ പറയാൻ പറ്റില്ല. എനിക്കറിയാം. ഞാൻ പറയാം. അപ്പൊ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം, ജഗതി, ബിന്ദു പണിക്കർ. ഇവർക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഇവർക്ക് നടന്മാരുടെ പേര് അതുകൊണ്ടാണ്. ദിലീപങ്ങളുണ്ട്. പിന്നെ ആരുണ്ട് അറിഞ്ഞൂടാ. വേറൊരു അങ്കിളുണ്ടല്ലോ. കൊച്ചിന് പേഴ്സണലി പരിചയമുണ്ട്.
സിനിമ പേര് അറിയില്ല, പക്ഷെ മറ്റേ സൈറ്റിൻ്റെതാണ്. ഈ സീനില് ദിലീപ് ഉണ്ട്. പിന്നെ നിങ്ങൾ പണ്ട് മര്യാദരാമൻ, ദിലീപ്, പാസാന സാധ്യത അങ്ങനെ വരും. പിന്നെ നിക്കി ഗിൽറാണി. അല്ല നിക്കി ഗിൽറാണിയാ. അപ്പൊ ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞു. ഇന്നത്തെ ഇഷ്ടപ്പെട്ട മത്സരം ഇഷ്ടപ്പെട്ട ഒരു ഫണ്ണുണ്ടായിരുന്നു അതിനകത്ത്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന കുറച്ച് ഓഡിയോ വന്നപ്പോഴത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി അല്ലേ? കണ്ടുപിടിക്കണത് അവർക്ക് അടിപൊളിയായിട്ട് തോന്നി. മോൻ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്ന? നിങ്ങളൊക്കെ ഇതിനകത്ത് ഓരോരുത്തരെ ഐഡന്റിഫൈ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും, കമന്റ് ചെയ്ത് ഇടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ അല്ലേ? നാളെ നമ്മളെല്ലാരും കൂടി അടുത്ത നമ്മുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മളുടെ ലൈക്ക് ബോഗൻവില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാരും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ടേക്ക് കെയർ.